അപ്പോൾ നമ്മളൊരു KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇലക്ഷൻ നടന്നു. നമ്മൾ ഇന്ന് 4-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. എന്തായാലും ആ 4-ാം തീയതി എത്തിച്ചേർന്നു. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു സമ്മർദ്ദത്തിലായിരുന്നല്ലോ ഏകദേശം ഈ സമയമൊക്കെ ആയപ്പോത്തിന്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വോട്ടെണ്ണൽ ആരംഭിച്ച സമയത്താണ്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി സംസുദ്ദീൻ ബിൻ മുഹ്യിദ്ദീൻ അവരുടെ വീട്ടിൽ എല്ലാവർക്കും വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ നേരിട്ട് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഉത്സവം പോലെ ഒരു ആഘോഷം പോലെ തന്നെയാണ് ഇവിടെ എല്ലാവർക്കും കടന്നു വരാമെന്നുള്ളതാണ്. സംസ്കാരൻ്റെ വീടാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്, ഞാനും എൻ്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ലൈവ് കാഴ്ചകൾ കാണുന്നതും അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും ഒക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും വരാനിരിക്കുന്ന കാഴ്ചകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നന്നായിരിക്കും. പ്രത്യേകിച്ച് ജനാധിപത്യ വിശ്വാസികളുമൊക്കെ ഇഷ്ടമുള്ളതും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളേറെ സെർച്ച് ചെയ്യുന്നൊരു വിഷയം കൂടെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. ഇന്ന് വോട്ടെണ്ണൽ ദിവസമാണ്. അപ്പോൾ വോട്ടെണ്ണൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനങ്ങളിലേക്ക് കൽപ്പകഞ്ചേരി എൻ്റെ ഗ്രാമത്തിൽ നിന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാഴ്ചകളുമായിട്ടാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് വരാനുള്ള കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അങ്ങനെ സംസുഖയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സ്ക്രീനിൽ അവർ തിരഞ്ഞെടുപ്പ് റിസൾട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെയായി ഇവിടെ ഒരു ആഘോഷം തന്നെയാണ്. അവിടേക്ക് അൻവർ അമീൻ സാഹിബ് കടന്നു വരുന്ന കാഴ്ചകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഒട്ടുമിക്ക ആളുകളും ഈ പ്രവർത്തകരോടൊപ്പം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അമീൻക്കൊക്കെ അതിൻ്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അവർ ആവേശഭരിതരാണ് എന്നും കൂടി മനസ്സിലാക്കണം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ അതായത് തെരഞ്ഞെടുപ്പ് നടന്ന് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ സജീവമായ രാഷ്ട്രീയമുള്ളവരും അല്ലാത്തവരുമായിരിക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാനും അതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായ നിഗമനങ്ങളിലേക്ക് എത്താനൊക്കെ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കീഴിലും ഒക്കെ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അപ്പോൾ എന്തായാലും ഇത് സംസുഖൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും കടന്നു വരാമെന്നുള്ളതാണ്. സംസുഖയുടെ വീട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എത്തിച്ചേരാറുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാണ് പ്രത്യേകിച്ച് ആനപ്പടിക്കൽ കുടുംബം. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത അറിയുന്നതിന് വേണ്ടി നാട്ടുകാരായിരിക്കുന്ന ആളുകളോടൊപ്പം ഒരുമിച്ച് ചേരാൻ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഇതൊരവസരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിലൊരാളായി അവരോടൊപ്പം ഇരുന്നു കൊണ്ട് തന്നെ ഈ പരിപാടി അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ റിസൾട്ടിൻ്റെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതും. ഇവിടെ നമ്മൾ കാണുന്നത് കോട്ടയിൽ ലത്തീഫ് സാഹിബിനാണ്. അദ്ദേഹം കല്ലിങ്ങൽപ്പറമ്പ് സ്കൂളിൻ്റെ മാനേജറും കൂടെയാണ്. അപ്പോൾ പ്രായം ചെന്നവരും കുട്ടികളും ഒക്കെ ആയിട്ട് ധാരാളം ആളുകളാണ് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. എല്ലാവർക്കുള്ള സുഭിക്ഷമായ ഭക്ഷണവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. AP ആസാദ് സാഹിബിനാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തായിട്ട് അമീൻ സാഹിബിനെ കാണാൻ സാധിക്കും. ഇനി സംസുഖ ഇതിലേക്ക് കടന്നു വരാനുണ്ട്. സംസുഖ ഓൾറെഡി ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ സജീവമായിട്ട് നിൽക്കാറില്ല. AP നബീൽ, ലത്തീഫ് കൽപ്പകഞ്ചേരി അവരൊക്കെ മുൻനിരയിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇഷ്ടം പോലെയുള്ള ഭക്ഷണങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ട്. എന്തായാലും ചൂടേറിയ വാർത്തകൾക്കൊടുവിൽ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ തുടക്കം തന്നെ UDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇന്നത്തെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും UDFൻ്റെ പ്രവർത്തകരാണ് ഇവിടെ ധാരാളമായിട്ട് ഒത്തുചേർന്നിട്ടുള്ളത്. അവരൊക്കെ ആവേശഭരിതരായിരുന്നു. 100 സീറ്റ് കടന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരാവേശം തന്നെ ഇതിനുള്ളിൽ കാണാൻ സാധിച്ചു. വിവിധങ്ങളായ സ്ഥാനാർത്ഥിമാരുടെ പ്രകടനങ്ങൾ കണ്ട് കൈയടിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ ആയിട്ട് എൻ്റെ ഗ്രാമത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് വാർത്ത ആസ്വദിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടത്. ഇനി UDF നേടിയ ഗംഭീര വിജയത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് തിരൂർ നിയോജകമണ്ഡലത്തിലാണ് കൽപ്പകഞ്ചേരി ഉള്ളത്. മാത്രമല്ല കൽപ്പകഞ്ചേരി പഞ്ചായത്താണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കുറുക്കോളി മൊയ്തീൻ സാഹിബിന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ പുത്തനതാണിയിൽ നിന്നും കുറുക്കോൾ വരെയൊക്കെയാണെന്ന് തോന്നുന്നു ഒരു പ്രകടനം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് വൈകിട്ട് 5 മണിക്ക്.
ഇതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ പരിപാടികൾ തൊട്ടുപുറകെ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. രാഷ്ട്രീയമല്ലാത്തതുമായി ബന്ധപ്പെട്ട ഗ്രാമീണ വാർത്തകളും ധാരാളം ഈ ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളൊക്കെ അറിയാൻ, നാടുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അറിയാൻ, പ്രത്യേകിച്ച് കൽപ്പഞ്ചേരിയും അതിനോടനുബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ഉള്ള ഗ്രാമീണ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും വീഡിയോ ഇഷ്ടമായവർ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ കണ്ടതിന് നന്ദി. ജയ് ഹിന്ദ്.